വന്നല്ലോ മാറണം. ഗാലറിയിൽ ഇരുന്ന കളി നമ്മൾ എങ്ങനെ കളിക്കുന്നത് നമ്മളിഷ്ടമാണ്. ഞങ്ങൾ പോകാതെ ഇരിക്കടോ സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ. പുറത്തിരിക്കുമ്പോൾ ആസ് എ വ്യൂവർ നമുക്ക് എല്ലാവരും അഗ്രഷനിൽ കളിക്കണം എന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും പലരുടെയും മനസ്സിൽ പോകുന്നത് എന്താ, മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ കുറച്ച് ചോറിട്ടെ. ഹൗസിനകത്ത് കേറുമ്പോ മനസ്സിലായില്ല എന്താ ബിഗ് ബോസിന്റെ കാറിനകത്ത് നിന്ന് റിവ്യൂ ചെയ്യുന്ന പോലെ അല്ല എന്നുള്ളത്. ഇപ്പം ഞാൻ കണ്ടെടുത്തോളം അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്തുന്ന ഒരു വ്യക്തിയും സായിരുന്നു. ബിഗ് ബോസ് സീസൺ 6ന്റെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഞാൻ വരുമ്പോ എനിക്ക് അവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കണം. So I'll definitely make sure ഞാൻ അവരെ വെച്ച് ഗെയിം കളിക്കും. നടക്കാത്ത കാര്യം കളാ, നടക്കുന്ന കാര്യം ആലോചിക്കും. And I'll be the winner. മുതലാളി എന്താടാ സവാനെ? മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനത്തിൽ സീക്രട്ട് ഏജന്റ് ഒരു ഫെയിം സാധനമാണ്. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. ഞാൻ വാക്ക് കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞ ഒരാൾ അവിടെ ഉണ്ട്. എളുപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല. പണ്ടത്തരായി പോയി. എനിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നു. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞു കേട്ടോ. അതിന് ഓടിക്കോളൂ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ വഴി മാറി.